അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, നബിദിനമൊക്കെ അടുത്തു വരികയാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ പല മദ്രസകളിലും മറ്റ് ഇസ്ലാമിക സാംസ്കാരിക സമിതികളിലുമൊക്കെ പ്രസംഗ മത്സരം ഒരു പ്രോഗ്രാമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ അവസരത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന കുട്ടികൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പ്രസംഗത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം തന്നെ നേടിയെടുക്കുവാൻ കഴിയും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് പ്രസംഗത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റൊന്ന് വേദിയിൽ, അതായത് പ്രസംഗ പീഠത്തിൽ കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈക്കിൻ്റെ മുമ്പിൽ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം ഞാൻ പ്രസംഗത്തിന് മുമ്പ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഒന്ന്, മദ്രസയിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നതെങ്കിൽ മദ്രസയിലാണെങ്കിൽ വിഷയം നേരത്തെ തന്നെ ഉസ്താദ് അവറുകൾ നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസംഗം എഴുതി തയ്യാറാക്കി നമ്മൾ ബൈഹാർട്ടാക്കുക എന്നുള്ളതാണ്. അതായത് പ്രസംഗം നോക്കി വായിക്കുന്നതിനേക്കാൾ നല്ലത് നോക്കി വായിക്കുന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കാണാതെ പഠിച്ച്, എന്നാൽ ബൈഹാർട്ട് കാണാതെ പറയുന്നത് പോലെ ഒരിക്കലും പറയരുത്, അല്ലാത്ത രൂപത്തിലായിരിക്കണം നമ്മൾ പറയേണ്ടത്. ആ പ്രസംഗത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ആ പ്രസംഗത്തിൽ ഒരു ആമുഖം ഉണ്ടാകണം, ആ പ്രസംഗത്തിൽ ഒരു ആശയം ഉണ്ടാകണം. മറന്നു പോകരുത്, ഒരു പ്രസംഗത്തിൽ ആമുഖം ഉണ്ടാകണം, ആ പ്രസംഗത്തിനകത്ത് ആശയം എന്തെങ്കിലും ഉണ്ടാകണം. ഇനി നമ്മൾ പ്രസംഗിച്ചു വരുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 1-2 ഖുർആൻ വാക്യങ്ങളോ ഹദീസുകളോ അതിനകത്ത് ഉൾപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, ആ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഒരു ഉപദേശം, ഒരു സാധോപദേശമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണപാഠമോ അതിനകത്തുണ്ടായിരിക്കണം എന്നുള്ളതും ഈ നമ്മുടെ മദ്രസകളിൽ അവതരിപ്പിക്കുന്ന പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നേരത്തെ പറഞ്ഞല്ലോ, എഴുതി തയ്യാറാക്കിയ ഈ പ്രസംഗം ബൈഹാർട്ടാക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ കണ്ണാടി അലമാരയുടെ മുന്നിൽ പോയിട്ട് നമ്മൾ സ്വയം അതിനെ ഒന്ന് നോക്കാതെ, പ്രസംഗത്തിൽ ഒന്ന് നോക്കാതെ, അപ്പോൾ ആ പേപ്പറിൽ നോക്കാതെ കണ്ണാടിയിൽ നോക്കി തന്നെ നമ്മളൊന്ന് പ്രസംഗിച്ച് പരിശീലിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മൾ എഴുതി തന്നെ നമ്മൾ പഠിച്ച് വെക്കണം. അല്ലാതെ നമ്മൾ ആദ്യമേ നമ്മൾ മനസ്സിൽ തോന്നുന്നത് പറയാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസംഗത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, വിഷയം നേരത്തെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗം എഴുതി തയ്യാറാക്കി ബൈഹാർട്ടാക്കുക. ആ പ്രസംഗത്തിന് എപ്പോഴും ഒരു ആമുഖം ഉണ്ടായിരിക്കണം. അതിനുശേഷം ആ പ്രസംഗത്തിന് ഒരു ആശയം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. മറ്റൊന്ന്, ആ വിഷയവുമായി ബന്ധപ്പെട്ട 1-2 ഖുർആൻ വാക്യങ്ങളോ അതുപോലെ ഹദീസുകളോ അതിനകത്ത് ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി പ്രസംഗത്തിനകത്ത് ഒരു ഉപദേശമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ പ്രസംഗത്തിൽ ഒരു ഗുണപാഠം ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഉണർത്തുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രസംഗത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗത്തിന് വന്നു നിന്നാൽ, വേദിയിൽ വന്നാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ആദ്യം നമ്മൾ കയറിയ ഉടനെ തന്നെ സദസ്സിനോട് ഒരു നമ്മൾ പറയത്തില്ല, ഒരു മീഡിയം ശബ്ദത്തിൽ പ്രസംഗം, അല്ലാതെ ഉറച്ച് എങ്ങനെ ഒരു സലാം പറയുക, ഉറച്ചല്ല പറയാനുള്ളത്, ഒരു മീഡിയം ശബ്ദത്തിൽ സദസ്സിനോട് വളരെ താല്പര്യത്തോടു കൂടി വന്നു നിന്ന് സദസ്സിനോട് സലാം പറയുക. അതായത് മൈക്കിനോട് അടുത്ത് ചേർന്ന് നിന്ന് തന്നെ നമ്മൾ സലാം പറയാൻ ശ്രമിക്കുക. അത് വലിയ ഉച്ചത്തിലല്ല, ഒരു മീഡിയം ശബ്ദത്തിൽ പറയാൻ ശ്രമിക്കുക. 2, പ്രസംഗം നോക്കി ഒരിക്കലും, നമ്മളെ കയ്യിലുള്ള പേപ്പറിൽ നോക്കി ഒരിക്കലും പ്രസംഗം പറയരുത്. ഇനി പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? സലാം പറഞ്ഞാൽ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇനി നമ്മൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. എങ്ങനെയാണ് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത്? ഉദാഹരണം നമ്മൾ പറയും, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പറയുമ്പോൾ 2-3 ഉസ്താദന്മാരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ, നമ്മുടെ വിദ്യാർത്ഥികളെ, അതുപോലെ രക്ഷകർത്താക്കളെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ വിഷയം തുടങ്ങി വെക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് നമ്മൾ എടുത്തിട്ടുള്ള വിഷയം അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള വിഷയം എന്ന് പറയുക. പറയുന്ന പ്രസംഗത്തിൽ അക്ഷരസ്ഫുടത എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു ഒഴുക്കോടെ നമ്മൾ പറയുന്നത് പോലെ വെറുതെ പറയാതെ അക്ഷരസ്ഫുടതയോടെ പറയാൻ ശ്രമിക്കുക. വലിച്ചു കീറി പറയാതെ. നമ്മൾ ചില ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ അവർ വലിയ ശബ്ദത്തിൽ വിളിച്ചും അങ്ങനെ ഒരുപാട് രീതിയിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല. പ്രസംഗം എപ്പോഴും ഒരു മീഡിയം ശബ്ദത്തിലാകുക. അത് മാത്രമല്ല, എപ്പോഴും പ്രസംഗത്തിനൊരു വേരിയേഷൻ ഉണ്ടായിരിക്കണം.
എപ്പോഴും ശബ്ദത്തിന് വേരിയേഷൻ ഉണ്ടാകണം. അതായത് കയറിയും ഇറങ്ങിയും നമ്മൾ പറയുന്ന വാക്കുകളെ അല്ലെങ്കിൽ കാര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്, ചുരുക്കത്തിലൊരു പാട്ട് എങ്ങനെയാണോ നമ്മുടെ ഭാവത്തിൽ വരേണ്ടത് എന്നത് പറയുന്നത് പോലെ പ്രസംഗവും നമ്മളിലേക്ക് ആവാഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അതിനൊരു വേരിയേഷൻ കിട്ടും, അതിനൊരു സ്വാഭാവികത കിട്ടും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൈക്കിൻ്റെ അടുത്ത് നിന്ന് പറയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രസംഗിക്കുമ്പോൾ നമ്മൾ സദസ്സിൽ നമ്മുടെ കൂട്ടുകാരുണ്ടാകും, നമുക്കറിയാവുന്നവർ കാണും, നമ്മുടെ വീട്ടുകാരൊക്കെ കാണും. അവരുടെ കണ്ണിൽ നോക്കി ഒരിക്കലും നമ്മൾ പ്രസംഗിച്ച് തുടങ്ങരുത്. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, നേരെ സദസ്സിൽ അവരുടെ തലമുടിയിൽ അല്ലെങ്കിൽ തലയിൽ നോക്കിയേ തുടങ്ങാവൂ. പതുക്കെ നമുക്ക് പ്രസംഗം നമ്മുടെ കൈകളിലായാൽ മാത്രമേ നമ്മൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാവൂ. കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നു എങ്കിലും അവരുടെ കണ്ണിൽ നോക്കുന്നു എന്ന് അവർക്ക് തോന്നുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരെ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായാൽ പോലും നമ്മൾ പഠിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് അത് കറക്റ്റ് തന്നെയാണ് എന്ന് നമ്മൾ പറയണം. അവരെയൊന്നും നമ്മൾ ഗവനിക്കാൻ പോകണ്ട. ആ കാര്യം കൂടി നമ്മൾ, അല്ലെങ്കിൽ സദസ്സിലുള്ളവർ അറിവുള്ളവരാണ്, അല്ലെങ്കിൽ പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ഇനി ഒരു പ്രസംഗം 5 മിനിറ്റിൽ കഴിയാൻ പാടില്ല. 5 മിനിറ്റിനകത്ത് തന്നെ പ്രസംഗം നിർത്തണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വാരി വലിച്ച് പറഞ്ഞു പോകേണ്ട. ആ പറയുന്ന 5 മിനിറ്റിനകത്ത് പറയുന്നതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുമല്ലോ, ആദ്യം പറഞ്ഞിരുന്നു, അതിനകത്ത് ഒരു ആശയമുണ്ടായിരിക്കണം, ഭാഷ ശുദ്ധി ഉണ്ടായിരിക്കണം, അക്ഷരസ്ഫുടത ഉണ്ടായിരിക്കണം എന്നാണ് നേരത്തെ പറഞ്ഞു. ഇനി നമുക്കറിയാം, മദ്രസയിലാകുമ്പോഴേക്കും കുട്ടികളുടെയൊക്കെ കലപില ശബ്ദങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തീരെ നമ്മൾ ശബ്ദം കുറച്ചാൽ ഇവരുടെ ശബ്ദമായിരിക്കും മുഴങ്ങിക്കേൾക്കുക. അത് ജഡ്ജസിന് നമ്മുടെ പ്രസംഗം കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച്, അപ്പോൾ മദ്രസയ്ക്കകത്ത് ശബ്ദം കൂടി വരികയാണെങ്കിൽ നമ്മൾ അല്പം ശബ്ദം കൂട്ടി പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇനി സ്പീഡ് കുറച്ച് പറയണം. അതുകൂടെ പറയുകയാണ്, സ്പീഡ് കുറച്ചായിരിക്കണം പറയേണ്ടത്. മീഡിയം ഒരു ലെവലിലായിരിക്കണം നമ്മുടെ പ്രസംഗത്തിൻ്റെ പോക്ക്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രസംഗത്തിൽ നമുക്ക് 1-ാം സ്ഥാനം തന്നെ നേടിയെടുക്കാൻ കഴിയും. ഇതുപോലെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടതും അതുപോലെ മദ്രസയുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ പല കാര്യങ്ങളും നിങ്ങളോട് ഈ ചാനലിലൂടെ പറയുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.